നമസ്കാരം. ന്യൂസ് സ്റ്റാർ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ജെസി. പ്രധാന വാർത്തകൾ. NCP ദേശീയ നിർവാഹക സമിതി അംഗം റിജി ചെറിയാനും അനുയായികളും കേരള കോൺഗ്രസിൽ ചേർന്നു. ആലപ്പുഴയിൽ നടന്ന ലയന സമ്മേളനത്തിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫിൽ നിന്നും റിജി ചെറിയാൻ അംഗത്വം സ്വീകരിച്ചു. ആലപ്പുഴ നഗരസഭയിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും കള്ളന്മാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ ആലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗമാണ് പ്രതിപക്ഷാംഗങ്ങളായ കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിച്ച് നഗരസഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നമുക്കൊരുമിക്കാം ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായി ബിന്നുകൾ സ്ഥാപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി H. സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. NCP ദേശീയ നിർവാഹക സമിതി അംഗം റിജി ചെറിയാനും അനുയായികളും കേരള കോൺഗ്രസിൽ ചേർന്നു. ആലപ്പുഴയിൽ നടന്ന ലയന സമ്മേളനത്തിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫിൽ നിന്നും റിജി ചെറിയാൻ അംഗത്വം സ്വീകരിച്ചു. ആലപ്പുഴയുടെ ചരിത്ര മഹോത്സവത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ശ്രീ റിജി ചെറിയാന്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ കേരള കോൺഗ്രസിൽ ലയിക്കുന്ന ആ മുഹൂർത്തം നിറഞ്ഞ സന്തോഷത്തോടെ ഇതാ കേരള കോൺഗ്രസിലേക്ക് LCPSന്റെ ആയിരക്കണക്കിന് പാർട്ടി പ്രവർത്തകർ ശ്രീ റിജി ചെറിയാന്റെ നേതൃത്വത്തിൽ ലയിച്ചിരിക്കുന്ന ആ മുഹൂർത്തം. NCP ദേശീയ നിർവാഹക സമിതി അംഗം റിജി ചെറിയാനും അനുയായികളും കേരള കോൺഗ്രസിൽ ചേർന്നു. പാർട്ടി ചെയർമാൻ PJ ജോസഫിൽ നിന്ന് റിജി ചെറിയാൻ അംഗത്വം സ്വീകരിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് നേടിയ തിളങ്ങുന്ന വിജയത്തിന് ശേഷം കേരള കോൺഗ്രസിൽ പുതിയ ഉണർവുണ്ടെന്നും സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് PJ ജോസഫ് പറഞ്ഞു. നമുക്ക് പിന്തുണ നൽകാം. സങ്കീർണമായ പ്രസംഗത്തിന് മുതിർന്നില്ല. ഈ മേഖലയിൽ കേരള കോൺഗ്രസ് പാർട്ടി ശക്തിപ്പെടുത്തുവാൻ ശ്രീ റിജി ചെറിയാന്റെ നേതൃത്വത്തിൽ വരുന്ന നമ്മുടെ NCPയുടെ ധീരരായ പ്രവർത്തകർ കഴിയുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനായി ഞാൻ ശ്രീ റിജി ചെറിയാനെയും സുഹൃത്തുക്കളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളെല്ലാവരുടെയും അനുവാദത്തോടു കൂടി ശ്രീ റിജി ചെറിയാൻ കേരള കോൺഗ്രസ് പാർട്ടി. കോട്ടയത്തും ചങ്ങനാശ്ശേരിയിലും ഒട്ടേറെ പേർ മറ്റു കേരള കോൺഗ്രസ് പാർട്ടികളിൽ നിന്ന് തങ്ങളുടെ പാർട്ടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്നും PJ ജോസഫ് പറഞ്ഞു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തുടരുന്ന കർഷക വിരുദ്ധ നടപടികൾക്കെതിരെ പാർട്ടിയും UDFും നടത്തുന്ന പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജേക്കബ് എബ്രഹാം ആലപ്പുഴയിൽ നടന്ന ലയന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു. മോൻസ് ജോസഫ് MLA, PC തോമസ്, ജോസ് എബ്രഹാം, TU കുരുവിള, തോമസ് ഉണ്ണിയാടൻ, അബു ജോൺ ജോസഫ്, രാജൻ കണ്ണാട്ട്, തോമസ് M. മാത്തുണ്ണി, KV കണ്ണൻ, ആലീസ് ജോസ്, ബീന റസാഖ്, സമത് താമരക്കുളം, ലിസമാസ് കറിയ തുടങ്ങിയവർ സംബന്ധിച്ചു. കേരള കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ പുതിയ ഓഫീസ് EMS സ്റ്റേഡിയത്തിൽ PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ നഗരസഭയിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും കള്ളന്മാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ ആലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും കള്ളന്മാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ ആലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. നേരത്തെ ആലപ്പുഴ DCC ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച മാർച്ച് മക്കിടുഷ ജുമാ മസ്ജിദിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ നഗരസഭ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് റീഗോ രാജു ഉദ്ഘാടനം ചെയ്തു. മോഷണം പോയാൽ ആരാണ് അത് അന്വേഷിക്കേണ്ടത്?
ആലപ്പുഴ നഗരസഭ സ്വന്തമായി അന്വേഷിക്കാമോ? നമ്മുടെ വീട്ടിലാണ് ഒരു കൊലപാതകം നടക്കുന്നതെങ്കിൽ പോലീസുകാർ വീട്ടിൽ വന്ന് കൊലപാതകത്തെ പറ്റി ചോദിക്കുമ്പോൾ എന്റെ വീട്ടിൽ നടന്ന കൊലപാതകം ഞാൻ നോക്കിക്കോളാം എന്ന മറുപടി പോലീസുകാരോട് പറയാൻ വേണ്ടി പറ്റുമോ? വീട്ടിലൊരു മോഷണം നടന്നാൽ ഈ രാജ്യത്ത് ഏത് ക്രിമിനൽ നടന്നാൽ ക്രിമിനൽ ഒഫൻസ് നടന്നാലും ദാറ്റ്സ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് ദി സ്റ്റേറ്റ്. അതാണ് നിയമം. നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ഏത് ഒരു കുറ്റകൃത്യവും സംസ്ഥാനത്തിന് നേരെ, ദേശീയതയ്ക്ക് നേരെ, രാജ്യത്തിന്റെ നിയമങ്ങൾക്കെതിരെ നടക്കുന്ന കുറ്റകൃത്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുറ്റകൃത്യത്തിൽ ആസ് ഇറ്റ്സ് ആൻ ഒഫൻസ് അഗൈൻസ്റ്റ് ദി സ്റ്റേറ്റ് ആർക്ക് വേണമെങ്കിലും കേസെടുക്കാം. ഇവിടെ പോലീസ് തോക്കൂത്തിയാൽ നിൽക്കുകയല്ലേ? ഒരു മാസക്കാലമായി ആലപ്പുഴ നഗരം കേന്ദ്രീകരിച്ചുള്ള ഒരു മോഷണ കഥ മാധ്യമങ്ങൾ പുറത്തുകൊണ്ടുവന്നിട്ട് ഇവിടെ പ്രതിഷേധ സമരങ്ങൾ നടന്നിട്ട് പോലീസ് നോക്കുകുത്തിയായി നാളിതുവരെ ഒരു എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം വെറ്റക്കാരൻ ധർണയിൽ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രജിൻ എസ് ഉണ്ണിത്താൻ, KSU ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് AD തോമസ്, ഷാജി ജമാൽ, നൂറുദ്ദീൻ കോയ, ഷിജു താഹ, അൻസിൽ ജലീൽ, റിനു ഭുട്ടോ, മുരളീകൃഷ്ണൻ, ഷഫീഖ്, പോൾ, അർജുൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരായ CB മനോജ് കുമാർ, S സാബു, നഗരസഭാ കൌൺസിലർമാരായ PS ഫൈസൽ, സജേഷ് ചക്കുപറമ്പിൽ, കൊച്ചുത്രേസ്യ, അമ്പിളി അരവിന്ദ് തുടങ്ങിയവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ അസംബ്ലി കമ്മിറ്റി പ്രസിഡന്റ് ഷാഹുൽ J പുതിയപറമ്പിൽ സ്വാഗതവും അമ്പലപ്പുഴ അസംബ്ലി കമ്മിറ്റി ഉപാധ്യക്ഷൻ M മനീഷ് നന്ദിയും പറഞ്ഞു. ആലപ്പുഴ നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗമാണ് പ്രതിപക്ഷ അംഗങ്ങളായ കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിച്ച് നഗരസഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. ആലപ്പുഴ നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗമാണ് പ്രതിപക്ഷ അംഗങ്ങളായ കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിച്ച് നഗരസഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരൻ നടത്തിയ മോഷണവുമായി ബന്ധപ്പെട്ട് ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആളെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട് പോലീസിൽ പരാതി നൽകി കേസെടുപ്പിക്കണമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ കൂടിയായ റീഗോ രാജു കൗൺസിലിൽ ആവശ്യപ്പെട്ടു. എന്നാൽ ആരോപണ വിധേയനായ ആളെ ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയതായും അയാൾക്കെതിരെ നിലവിൽ രേഖാമൂലം പരാതി ലഭിച്ചിട്ടില്ല എന്ന് നഗരസഭാ അധ്യക്ഷ പറഞ്ഞതോടെയാണ് കോൺഗ്രസ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് കൗൺസിൽ ഹാളിന് പുറത്തേക്ക് പോയത്. നമുക്കൊരുമിക്കാം ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കൊരുമിക്കാം ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് നോഡൽ ഓഫീസറും ശിശുരോഗ വിദഗ്ധയുമായ ഡോക്ടർ ശാന്തി പരിപാടിയുടെ ഉദ്ഘാടനം നടത്തി. പിന്നെ ആന്റിബയോട്ടിക്കിന്റെ ഉപയോഗം നമ്മളിപ്പോൾ പറഞ്ഞു. ആന്റിബയോട്ടിക് മനുഷ്യന് മാത്രമാണ് ഉപയോഗിക്കുന്നത്, അല്ല മൃഗങ്ങൾക്കൊക്കെ അസുഖം വന്നാലും ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. പക്ഷെ അവിടെ ഇതുപോലെ തന്നെയാണ്, ആവശ്യമില്ലാതെ ആന്റിബയോട്ടിക് ഉപയോഗിക്കുന്നത്. മൃഗങ്ങളെ ട്രീറ്റ് ചെയ്യാൻ മാത്രമല്ല, മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും ഒക്കെ വളർച്ച കൂട്ടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവരുടെ ഭക്ഷണത്തിൽ, മൃഗത്തിന്റെ തീറ്റയിലും പക്ഷിത്തീറ്റയിലും ഒക്കെ ആന്റിബയോട്ടിക് വെച്ചിരിക്കുക. അവർ വിചാരിക്കുന്നത് ഇത് കഴിച്ചാൽ മൃഗങ്ങൾക്ക് അസുഖം വരത്തില്ല, അപ്പൊ അവരുടെ വളർച്ച കൂട്ടും. അങ്ങനെ അവരുടെ ഗ്രോത്ത് കൂട്ടാനായിട്ട്, മൃഗങ്ങളുടെയും പക്ഷികളുടെയും മത്സ്യത്തിന്റെ ഒക്കെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഫുഡിനകത്ത് ചേർത്ത് വെച്ചിരിക്കുകയാണ്. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സൂപ്രണ്ട് ഡോക്ടർ KK ദീപ്തി അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ PK ബീന, ഡോക്ടർ സുൻജിത്ത്, നഴ്സിംഗ് സൂപ്രണ്ട് KP ബീന, B ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രി ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ S ശ്യാമമോൾ ചടങ്ങിന് സ്വാഗതവും ഹെൽത്ത് ഇൻസ്പെക്ടർ S ജയകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായി ബിന്നുകൾ സ്ഥാപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ KGOA നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സർക്കാർ ഓഫീസുകളിൽ ബിന്നുകൾ സ്ഥാപിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. പദ്ധതിയുടെ ആലപ്പുഴ ടൗൺ ഏരിയ തല ഉദ്ഘാടനം ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ H സലാം MLA നിർവഹിച്ചു. KGOA ആലപ്പുഴ ജില്ലാ ജോയിന്റ് സെക്രട്ടറി S വേണുകുട്ടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ AS കവിത, ജില്ലാ രജിസ്ട്രാർ ജനറൽ എബി ജോർജ്, KGOA ഏരിയ ജോയിന്റ് സെക്രട്ടറി റജി ദാസ് എന്നിവർ സംസാരിച്ചു.
ഏരിയ സെക്രട്ടറി മുഹമ്മദ് റഫീഖ് ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ക്ഷേമനിധി ബോർഡുകൾ നമ്മുടെ ഇടയിലുണ്ട്. ക്ഷേമനിധി ബോർഡുകൾ തൊഴിലാളികളുടെ മക്കൾക്കും കുടുംബത്തിനും സഹായകരമായ ഒരുപാട് സമീപനങ്ങൾ സ്വീകരിക്കുന്ന ഒരു മേഖല കൂടിയാണ് ക്ഷേമനിധി ബോർഡ്. ഈ ബോർഡുമായി ബന്ധപ്പെട്ട് തൊഴിലാളികൾക്ക് കിട്ടുന്ന ഒട്ടേറെ കാര്യങ്ങളെക്കുറിച്ച് ഇവിടെ അതിൻ്റെ ഡയറക്ടർ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പക്ഷെ പലപ്പോഴും നമ്മൾ ഈ ബോർഡിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ആനുകൂല്യങ്ങൾ ശരിയായ ദിശയിൽ നേടിയെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഡയറക്ടർ KG സ്റ്റാലിൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ക്ഷേമനിധി ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ J അനിത ചടങ്ങിന് സ്വാഗതം പറഞ്ഞു. AITUC പ്രതിനിധികളായ കൗൺസിലർ B നസീർ, KS സലീം എന്നിവർ സംസാരിച്ചു. ക്ഷേമനിധി ബോർഡ് ക്ലർക്ക് S സന്ദീപ് ചടങ്ങിന് നന്ദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. NCP ദേശീയ നിർവാഹക സമിതി അംഗം റിജി ചെറിയാനും അനുയായികളും കേരള കോൺഗ്രസിൽ ചേർന്നു. ആലപ്പുഴയിൽ നടന്ന ലയന സമ്മേളനത്തിൽ പാർട്ടി ചെയർമാൻ PJ ജോസഫിൽ നിന്നും റിജി ചെറിയാൻ അംഗത്വം സ്വീകരിച്ചു. ആലപ്പുഴ നഗരസഭയിലെ പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെയും കള്ളന്മാരെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്ന ജനവിരുദ്ധ നിലപാടുകൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് അമ്പലപ്പുഴ ആലപ്പുഴ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ആലപ്പുഴ നഗരസഭയുടെ അടിയന്തര കൗൺസിൽ യോഗം ബഹിഷ്കരിച്ച് കോൺഗ്രസ് അംഗങ്ങൾ. ചൊവ്വാഴ്ച ചേർന്ന കൗൺസിൽ യോഗമാണ് പ്രതിപക്ഷാംഗങ്ങളായ കോൺഗ്രസ് കൗൺസിലർമാർ ബഹിഷ്കരിച്ച് നഗരസഭാ കവാടത്തിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത്. നമുക്കൊരുമിക്കാം ആന്റി മൈക്രോബിയൽ പ്രതിരോധത്തിനെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ ആഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. സർക്കാർ ഓഫീസുകളെ മാലിന്യമുക്തമാക്കുന്നതിന്റെ ആദ്യപടിയായി ബിന്നുകൾ സ്ഥാപിച്ച് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ രംഗത്ത്. ആലപ്പുഴ സബ് രജിസ്ട്രാർ ഓഫീസ് അങ്കണത്തിൽ സംഘടിപ്പിച്ച പരിപാടി H സലാം MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ തൊഴിലാളികളുടെ മക്കൾക്കുള്ള സൗജന്യ പഠന കിറ്റ് വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചു. ആലപ്പുഴ NGO യൂണിയൻ ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി ഉദ്ഘാടനം ചെയ്തു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.